ഹായ് ഓൾ, എബിഡി സാറാണ്. നമ്മൾ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ആസിയാനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് സാർ വന്നിട്ടുള്ളത്. ആസിയാന്റെ പില്ലേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ആസിയാൻ ഫോം ചെയ്ത് എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇക്കണോമിക്, കൾച്ചറൽ ആൻഡ് സോഷ്യൽ ഗ്രോത്തിന് വേണ്ടിയാണ്. എസ്പെഷ്യലി പറയുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിന്റെ അസോസിയേഷൻ ആണ് ആസിയാൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ ടോപ്പിക്കിലേക്ക് പോകാണ്. വളരെ ചെറിയ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ആക്കാം. അതുകൊണ്ട് നമുക്ക് എല്ലാവരും ത്രൂ ഔട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ക്ലാസ് കാണണേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ്സ് ഓഫ് ആസിയാൻ ആണ്. ആസിയാന്റെ ഫോർമേഷനുള്ള ഒബ്ജക്റ്റീവ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ടു എൻഹാൻസ് ഇക്കണോമിക് ഗ്രോത്ത്, സോഷ്യൽ പ്രോഗ്രസ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ്. ഈ പറയുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിന്റെ സോഷ്യലിയും കൾച്ചറലിയും അതുപോലെ തന്നെ ഇക്കണോമിക്കലും ആയിട്ടുള്ള ഗ്രോത്തിന് വേണ്ടിയാണ്, ഡെവലപ്മെന്റിന് വേണ്ടിയാണ്, പ്രോഗ്രസിന് വേണ്ടിയാണ് എന്ത് ഫോം ചെയ്തിട്ടുള്ളത്, ആസിയാൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആൾട്ടർനേറ്റീവ് സെന്റേഴ്സ് ഓഫ് പവർ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നമ്മൾ കുറേ അധികം യൂറോപ്യൻ യൂണിയൻ ആണെങ്കിലും അല്ലെങ്കിൽ ചൈനീസ് ഇക്കണോമിയുടെ ഗ്രോത്ത് ആണെങ്കിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു പാരലായിട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ് ആസിയാൻ കമ്മ്യൂണിറ്റി എന്ന് നമുക്ക് കാണാൻ പറ്റും. അത് കൂടാതെ നമ്മളോട് പറയുന്നത് ടു പ്രൊമോട്ട് റീജിയണൽ പീസ് ആൻഡ് സ്റ്റെബിലിറ്റി ബേസ്ഡ് ഓൺ ദ റൂൾ ഓഫ് ലോ ആൻഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് UN ചാർട്ടർ. ഈ പറയുന്ന പ്രാദേശികപരമായിട്ടുള്ള സമാധാനം നിലനിർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതായത് ഈ പറയുന്ന ഈ രാജ്യങ്ങൾക്കിടയിൽ യുദ്ധമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളോ ഇല്ലാതിരിക്കുമ്പോൾ മാത്രമേ അത്തരത്തിലുള്ള രാജ്യങ്ങൾക്ക് എന്തുണ്ടാവുന്നുള്ളൂ, പ്രോഗ്രസ് ഉണ്ടാവുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഈ പറയുന്ന റീജിയണൽ പീസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ UN ചാർട്ടറിലുള്ള പ്രകാരമുള്ള രീതി അല്ലെങ്കിൽ അതിലുള്ള നിയമപ്രകാരമായിരിക്കണം കാര്യങ്ങൾ മൂവ് ചെയ്യുക എന്നുള്ളതും കാരണം നമുക്ക് കാണാൻ പറ്റും. ദെൻ ക്രിയേറ്റിംഗ് എ കോമൺ മാർക്കറ്റ് ആൻഡ് പ്രൊഡക്ഷൻ ബേസ്ഡ് വിത്തിൻ ആസിയാൻ സ്റ്റേറ്റ്സ്. അപ്പോൾ ഈ പറയുന്ന ആസിയാൻ സ്റ്റേറ്റ്സിനിടയിൽ ഒരു കോമൺ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതായത് മറ്റ് ഫോറിൻ നേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യാനും ഈ അസോസിയേഷൻ അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള നേഷൻസ് പരസ്പരം എന്താണ് ഇതിൻ്റെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാനും അവരുടെ പ്രോഡക്ട്സ് അവരുടെ ഒരു കോമൺ മാർക്കറ്റിൽ സെൽ ചെയ്യുന്ന രീതിയിൽ അവരുടെ ഒരു ഫോറിൻ ഡിപ്പെൻഡൻസി കുറയ്ക്കാനും അതേസമയം തന്നെ അവരുടെ റീജിയണൽ ഡിപ്പെൻഡൻസി ഇൻക്രീസ് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു എന്ത് ചെയ്തിട്ടുള്ളത് കൂടുതലും ഫോക്കസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ പില്ലേഴ്സ് തന്നെയാണ്. നമുക്ക് പില്ലേഴ്സിലേക്ക് പോകാം. ആസിയാൻ സെക്യൂരിറ്റി കമ്മ്യൂണിറ്റി ആണ് അതിലെ ഫസ്റ്റ് പില്ലർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. എസ്പെഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ റീജിയൻ അല്ലെങ്കിൽ നെയ്ബറിംഗ് നേഷൻസ് ഒക്കെ ആകുമ്പോൾ അവിടെ ബൗണ്ടറി ഡിസ്പ്യൂട്ട്സ് ഒക്കെ വളരെ കൂടുതലായിരിക്കും, അതിർത്തി തർക്കങ്ങളൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു യുദ്ധത്തിലേക്ക് പോവാതെ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യണം, അത് പരിഹരിക്കുക എന്നുള്ളതാണ് ആസിയാൻ സെക്യൂരിറ്റി കമ്മ്യൂണിറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഫോർമേഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ദെൻ it had several agreements to uphold peace, neutrality, cooperation, non-interference, respect for national differences and sovereign rights. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് കൃത്യമായിട്ടും ഈ രാജ്യങ്ങൾക്കിടയിൽ കുറേയധികം കുറേയധികം എഗ്രിമെന്റ്സും ട്രീറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തിനു വേണ്ടിയാണ്? പരസ്പരം ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, സഹകരിക്കുക, അതുപോലെ തന്നെ പരമാധികാരം അംഗീകരിക്കുക, ഇങ്ങനെ കുറേയധികം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം കരാറുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ രാജ്യങ്ങൾക്കിടയിൽ ഒപ്പുവെച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് പില്ലർ നമുക്ക് കാണാൻ വരുന്നത് ആസിയാൻ ഇക്കണോമിക് കമ്മ്യൂണിറ്റിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ഒരു കോമൺ മാർക്കറ്റ് എന്നുള്ളത് അല്ലേ. ഈ ആസിയാൻ നേഷൻസിനിടയിൽ അല്ലെങ്കിൽ പറയുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിനിടയിൽ എന്താണ് അവരുടെ പ്രോഡക്ട്സ് സെൽ ചെയ്യാനും അവരുടെ പ്രോഡക്ട്സ് കൺസ്യൂം ചെയ്യാനൊക്കെ വേണ്ടി ഒരു കോമൺ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ഇക്കണോമിക് സ്റ്റെബിലിറ്റിയും ഇക്കണോമിക് ഗ്രോത്തും അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് ആസിയാൻ കമ്മ്യൂണിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ആണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം നമുക്ക് കാണാൻ പറ്റും. ദെൻ ദ ലാസ്റ്റ് പില്ലർ നമ്മൾ നോക്കുന്ന സമയത്ത് ആസിയാൻ സോഷ്യോ കൾച്ചറൽ കമ്മ്യൂണിറ്റി ആണ്. അപ്പോൾ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റിന് വേണ്ടിയാണ് ഈ പറയുന്ന ആസിയാൻ സോഷ്യോ കൾച്ചറൽ കമ്മ്യൂണിറ്റി എന്ത് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ദീസ് ആർ ദ 3 പില്ലേഴ്സ് ഓഫ് ആസിയാൻ എന്നതാണ് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ നമ്മൾ എന്താണ് അല്ലെങ്കിൽ ആസിയാൻ എന്താണ്, ആസിയാന്റെ 3 പില്ലേഴ്സ് എന്താണെന്നുള്ളതാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ ഈച്ച് ആൻഡ് എവറി ടോപ്പിക്സും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എവറി ടോപ്പിക്സും ആയിട്ട് സാർ വരുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ, ബൈ.